ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയിലുമുള്ള 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉലൂമുദ്ദീൻ്റെ വാർഷിക എക്സാം, ആനുവൽ എക്സാം. നിങ്ങൾക്ക് 13ാമത്തെ പാഠഭാഗം മുതലാണ് എക്സാമിന് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയടയാളപ്പെടുത്തി കൊടുക്കണം. ആരോഗ്യത്തിന് ഹാനികരമാണ് അമിതാഹാരം. ആരോഗ്യത്തിന് ഹാനികരം, അത് അലസതയുണ്ടാക്കും, ബുദ്ധിമാന്ദ്യത്തിന് ഇടവരുത്തും, അമിത ഉറക്കിന് കാരണമാകും. അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണ് അമിതാഹാരം. അടുത്ത എന്താണ്? ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം നഹ്ല എന്ന സ്ഥലത്ത് വെച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ നഹ്ല എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ അതാണ് ജിന്നുകൾ കേട്ട് ഇസ്ലാം സ്വീകരിച്ചത്. അടുത്ത എന്താണ്? പെട്ടെന്ന് ദേഷ്യപ്പെടൽ ലക്ഷണമാണ്. എന്തിൻ്റെ ലക്ഷണമാണ്? അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. നിസ്കാരം നിർബന്ധമാക്കിയ മാസം. നിസ്കാരം നിർബന്ധമാക്കിയത് റജബിലാണ്. മേറാജ് ദിനത്തിലാണ്, റജബിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27 രാവിലാണ്. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ? അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ്. നമ്മൾ ഉപ്പാപ്പമാരുടെ 20 പേരുകൾ പഠിച്ചിട്ടുണ്ട് ബൈത്ത് രൂപേണ. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് എന്നല്ലേ. അപ്പോൾ അവിടെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അടുത്തത് എന്താണ്? മുർസലുകൾ 313 മുർസലുകൾ. അംബിയ മുർസലുകൾ 1,24,000. അതിൽ മുർസലുകൾ 313. നമ്മൾ പേര് പഠിക്കൽ നിർബന്ധമായത് 25 പേര്. ഖുർആനിൽ പേര് പറഞ്ഞത് 25 മുർസലുകളുടേത്. അതിൽ 5 പേര് ഉലുൽ അസ്മുകളാണ്. അപ്പോൾ അതൊക്കെ പേരൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. അഹങ്കാരം എന്താണ്? ഇബിലീസ് ശപിക്കപ്പെടാൻ കാരണമായി. അഹങ്കാരം കാരണം ഇബിലീസ് ശപിക്കപ്പെടാൻ കാരണമായി. അപ്പോൾ അതിൻ്റെ ബി ഏതാ? ദുരാഗ്രഹം എന്താണ്? സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും ദുരാഗ്രഹം. അപ്പോൾ നമുക്ക് അതിൻ്റെ സി എഴുതാം. ബുദ്ധിമാന്ദ്യം എന്താണ്? നബിമാർക്ക് ഉണ്ടാകാൻ പാടില്ല. നബിമാർക്ക് വാജിബായ സിഫത്തും മുസ്തഹിലായ സിഫത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നബിമാർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി അടുത്തത് സമ്പത്ത് എന്താണ്? ദാനം ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കും. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്തത് സത്യസന്ധത. നബിമാർക്ക് വാജിബാണ്. വാജിബായ സിഫത്താണ് സത്യസന്ധത. അപ്പോൾ അതിൻ്റെ എഴുതാം. അപ്പോൾ അതൊക്കെ ഇത് കൂടാതെ മറ്റു സിഫത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ വന്ന് എഴുതാൻ കഴിയുള്ളൂ. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ് പൂരിപ്പിക്കാൻ ആദ്യം വന്നത്? ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ഡേഷിൻ്റെ രീതിയാണ്. ആരുടെ രീതിയാണ്? പിശാചിൻ്റെ രീതിയാണ്. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ പിശാചിൻ്റെ രീതിയാണ്. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ ഡേഷ് പറയണം. എന്താണ്? റളിയല്ലാഹു അൻഹു എന്ന് സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം. അടുത്തത് ഹൃദയത്തിൽ അണുതൂക്കം ഡേഷ് ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്ത്? ഹൃദയത്തിൽ അണുതൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്തത് എന്താണ്? ഒന്നാം അഖ്ബ ഉടമ്പടിയിൽ ഡേഷ് പേർ പങ്കെടുത്തു. എത്ര പേരാണ് ഒന്നാം അഖ്ബ ഉടമ്പടിയിൽ പങ്കെടുത്തത്? ഒന്നാം അഖ്ബ ഉടമ്പടിയിൽ 12 പേരാണ് പങ്കെടുത്തത്. ഒന്നാം അഖ്ബയിൽ 12 പേര്. രണ്ടാം അഖ്ബയിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ്. അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹുത്താല ഡേഷ് നൽകും. എന്താണ്? തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹുത്താല മാപ്പ് നൽകും. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ ഡേഷ് ദിവസം താമസിച്ചു. എത്ര ദിവസമായിരുന്നു? 3 ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചു. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്.
ഖുർആൻ മുസഫ് രൂപത്തിലാക്കാൻ നേതൃത്വം കൊടുത്ത മഹാൻ ആരായിരുന്നു? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആൻ മുസഫ് രൂപത്തിലാക്കാൻ നേതൃത്വം കൊടുത്തത് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, നരകം സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേ ഇല്ല ആരാണ്? മീകായിൽ അലൈഹിസ്സലാം. നരകം സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേ ഇല്ല മീകായിൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏതാണ്? ഖുർആനാണ്. അൽ ഖുർആനു ഹുവ അക്ബറുൽ മുഅ്ജിസാത്ത്. ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കുടുംബത്തിന് വീതിച്ചു നൽകിയ തോട്ടം ഏതായിരുന്നു? ബൈറുഹ തോട്ടാണ്. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ജുമുഅയിൽ പങ്കെടുത്ത സഹാബികൾ എത്ര പേരായിരുന്നു? 100 പേരായിരുന്നു ആദ്യ ജുമുഅയിൽ പങ്കെടുത്തത്. ബനു സാലിം ഇബ്നു ഔഫിന്റെ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ജുമുഅ നിർവഹിച്ചത്. ബനു സാലിം ഇബ്നു ഔഫിന്റെ സ്ഥലത്ത് വെച്ചിട്ടാണ്. അടുത്തത്, മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മസ്ജിദ് ഏത്? ഒന്നാമത്തെ മസ്ജിദ് മസ്ജിദുൽ ഹറാമാണ്. ഒന്നാം സ്ഥാനത്ത് മസ്ജിദുൽ ഹറാമും 2ാം സ്ഥാനത്ത് മസ്ജിദുൻ നബവിയും 3ാം സ്ഥാനത്ത് മസ്ജിദുൽ അക്സായും ഏതാ സ്ഥാനത്ത് നിൽക്കുന്നു മനസ്സിലാക്കാം. അടുത്ത, ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി. എവിടെയാണ് മുട്ടുകുത്തിയത്? അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഒട്ടകം മുട്ടുകുത്തിയത്. പിശുക്കിൻ്റെ കാരണങ്ങളിൽ 2 എഴുതുക. പിശുക്കിൻ്റെ കാരണങ്ങൾ: സമ്പത്തിനോടുള്ള ആർത്തി, അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, ദാരിദ്ര്യ ഭയം. ഇതൊക്കെ പിശുക്കിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഇന്ന് 2 എഴുതുക. അടുത്തതാ, ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗർഭസ്ഥ ശിശുവിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങി നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന സുറാഖയുടെ കുതിരക്ക് എന്ത് സംഭവിച്ചു? എന്തായിരുന്നു സംഭവിച്ചത്? പാറ പോലെ ഉറച്ച ഭൂമിയിൽ അതിൻ്റെ കാലുകൾ ആണ്ടുപോയി. അതാണ് സുറാഖയുടെ കുതിരക്ക് സംഭവിച്ചത്. അടുത്തത്, അന്ത്യനാളിൽ മറുപടി പറയേണ്ട 4 ചോദ്യങ്ങൾ. അന്ത്യനാളിൽ മറുപടി പറയേണ്ട 4 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സമയം എന്തിന് ചെലവഴിച്ചു? അറിവ് കൊണ്ട് എന്തു ചെയ്തു? ധനം എങ്ങനെ സമ്പാദിച്ചു? എന്തിന് ചിലവഴിച്ചു? ഈ 4 ചോദ്യങ്ങൾക്ക് അന്ത്യനാളിൽ മറുപടി പറയേണ്ടതായി വരും. മനസ്സിലാക്കട്ടോ. അടുത്തെന്താണ്? സയ്യിദുമാരോട് എങ്ങനെ പെരുമാറണം? അവരെ നാം സ്നേഹിക്കണം, ആദരിക്കുകയും വേണം. അവരോട് മോശമായി പെരുമാറരുത്. അവരെ ആദരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെയാണ്. മനസ്സിലാക്കുക. എന്താണ് ഇസ്രാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗം സഞ്ചരിക്കുന്ന ബുറാഖ് എന്ന മൃഗത്തിൽ കയറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലിസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്രാ. മസ്ജിദുൽ ഹറാമിലെ ഫിലിസ്തീനിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി. ഇതാണ് ഇസ്രാ. എന്താണ് മേറാജ്? അവിടെ നിന്ന് ആകാശങ്ങളിലേക്കും സിദ്റത്തുൽ മുൻതഹായിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. അതിനെ മേറാജ് എന്ന് പറയുന്നു. നമ്മൾ 18ാമത്തെ പാഠം നന്നായി മനസ്സിലാക്കട്ടാ. അടുത്ത ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. എഴുതാ നമുക്ക്? നമ്മൾ 17ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നി അണിഞ്ഞു, സാധാരണക്കാരോടൊപ്പം സമയം ചിലവഴിച്ച്, ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൻ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. ഹൃദയത്തിൽ അണു
തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 17ാമത്തെ പാഠം അതൊന്ന് മനസ്സിലാക്കിയിട്ട് വിനയത്തെക്കുറിച്ചിട്ട് എഴുതാം. അടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ച പീഡനം. അത് 5 വരി കുറയാതെ എഴുതണം. നമ്മൾ 16ാമത്തെ പാഠം അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ കാലത്ത് ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. യജമാനൻ ഉമയ്യക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച് പുലർത്തിയ ഉമയ്യ സ്വഹാബി വൈദ്യനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഠിനമായി ഉപദ്രവിച്ചു. ഒരു ദിവസം അയാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നട്ടുച്ച നേരത്ത് മണലാരണ്യത്തിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങൾ അയച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വലിയ ഒരു പാറക്കല്ല് നെഞ്ചിൽ കയറ്റി വെച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോൾ ഉമയ്യ പറഞ്ഞു, നീ നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നത് വരെ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. അത്രയും അവിടെ എഴുതി കൊടുക്കാം കേട്ടോ. ഈ പീഡനം കണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമയ്യയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള 7 അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചവരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ പാഠത്തു നിന്ന് 5 വരി കുറയാതെ നമുക്ക് എഴുതാൻ കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് 13ാമത്തെ പാഠം മുതലാണ് ഈ ചോദ്യ പേപ്പറിൽ വന്നത്. അപ്പോൾ അതിൽ നിന്ന് അംബിയാ മുർസലുകളെ കുറിച്ച്, ഉലുൽ അസ്മുകളെ കുറിച്ച് ഒക്കെ ചേർത്ത് നമുക്ക് അംബിയാ മുർസലുകളെ കുറിച്ച് എഴുതാൻ കഴിയണം. മനസ്സിലായില്ല? അതേപോലെ മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ മോശമായത് വയറാണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ ആ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ആമുൽ ലുസ്ന് പറഞ്ഞാൽ ദുഃഖവർഷം. നമ്മൾ 15ാമത്തെ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബുവത്തിൻ്റെ 10ാം വർഷം ഭാര്യ ഖദീജ ബീവിയും സംരക്ഷകനായ അബൂ തോലിബും, പിതൃവ്യനായ അബൂ തോലിബും വഫാത്തായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അതിന് എഴുതാൻ കഴിയണം. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, സഹാബികളെ കുറിച്ചിട്ട് നമ്മൾ 16ാമത്തെ പാഠത്തുനിന്ന് മനസ്സിലാക്കുക. പിന്നെ 17 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം നമ്മൾ ഇതിൽ പറഞ്ഞ്. 18ാമത്തെ പാഠം ഇസ്രാവും മിഅ്റാജും, അതിനെക്കുറിച്ച് എഴുതണം. 1-ാം അഖ്ബ 2-ാം അഖ്ബ അതൊക്കെ നമ്മൾ അതിൽ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ 19ാമത്തെ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ബൈത്തൊക്കെ പൂരിപ്പിക്കാൻ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. 20ാമത്തെ പാഠത്തിൽ തൗബ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തിനാണെന്നൊക്കെയുള്ള കാര്യം നമ്മളതിന് മനസ്സിലാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അത് മനസ്സിലാക്കുക. മൗജിദത്തിനെ കുറിച്ചിട്ടാണ് 21ാമത്തെ പാഠത്തിൽ. അതിൽ നമ്മൾ മൂസാ നബിൻ്റെയും ഈസാ നബിൻ്റെ ഒക്കെ മൗജിദത്തുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് നമ്മൾ മൗജിദത്തുകളെ കുറിച്ച് എഴുതാൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗജിദത്തുകൾ ദാനശീലം. അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുന്നവർ വിജയിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ദാനശീലത്തെക്കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ അതിൻ്റെ അവസാനത്തിൽ 70ാമത്തെ പേജിൽ പറയുന്നുണ്ട് ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ കാര്യങ്ങളാണ് നമ്മൾ 24ാമത്തെ പാഠത്തിൽ അത് മനസ്സിലാക്കി എഴുതാൻ കഴിയണം കേട്ടോ. പിന്നെ 25 അൻസാറുകളിലെ പ്രമുഖ ഗോത്രങ്ങളാണ് ഔസ് ഹസ്റജ്. അവരെ ഇസ്ലാം ഒന്നിപ്പിച്ചു. അതൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവി ഇപ്പോൾ 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിൻ്റെ മഹത്വം പറയുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പട്ടിനേക്കാൾ മിനുസമുള്ളതായിരുന്നു. അവിടുത്തെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെയാണ്. അതൊക്കെ മനസ്സിലാക്കുക. അത്രയാണ് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററുകളിലായിട്ട് പഠിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
എന്തെങ്കിലും പറയുന്നത് മാറിപ്പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാമിലേക്കുള്ള റിവിഷൻ ട്യൂഷനായിട്ടൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.